وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സമ്പത്തിനെയും സമയത്തെയും ഒക്കെ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിനും അവന്റെ പൊരുത്തത്തിനും അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ സൂറത്താണ് സൂറത്തു ത്വാരിഖ്. ഇൻഷാ അള്ളാഹ് സൂറത്തു ത്വാരിഖിന്റെ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തു ത്വാരിഖിൽ ആകെ 17 ആയത്തുകളാണുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 10 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. അത്വാരിഖ് എന്നാൽ രാത്രിയിൽ വരുന്നത് എന്നാണ് അർത്ഥം. ത്വാരിഖ് എന്നാൽ രാത്രിയിൽ വരുന്നത്. ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്തിൽ രാത്രിയിൽ വരുന്ന ഒന്നിനെ കുറിച്ച് സത്യം ചെയ്താണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അത്വാരിഖ്, രാത്രിയിൽ വരുന്നത് എന്ന പേര് സിദ്ധിച്ചത്. 1-ാമത്തെ ആയത്തിൽ ആകാശത്തെ കൊണ്ടും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ത്വാരിഖ് എന്ന നക്ഷത്രത്തെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്ന് എന്താണ് ത്വാരിഖ് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഖസമിന്റെ വാവ് മുമ്പുള്ള സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ചു. വാ സത്യം, അസ്സമാ ആകാശം തന്നെയാണ് സത്യം. വത്വാരിഖ് രാത്രിയിൽ വരുന്നത് തന്നെയാണ് സത്യം. രാത്രിയിൽ വരുന്നതും ആകാശവും തന്നെയാണ് സത്യം. 2 സത്യങ്ങളാണ് ഇവിടെയുള്ളത്. തുടർന്ന് എന്താണ് ത്വാരിഖ് എന്നാണ് പറയുന്നത്. വമാ അദ്റാക മത്വാരിഖ്, വമാ അദ്റാക എന്താണെന്ന് നിനക്കറിയുമോ നബിയെ. മത്വാരിഖ്, ഈ വത്വാരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്വാരിഖ് എന്നാൽ എന്താണ് എന്ന് നിനക്കറിയുമോ നബിയെ. എന്നിട്ട് അത്വാരിഖ് എന്നാൽ എന്താണെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അന്നജ്മു സാഖിബ്, രാത്രിയിൽ വരുന്നത് അത്വാരിഖ്. എന്താണ് രാത്രിയിൽ വരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അന്നജ്മ് നക്ഷത്രമാണ്. എങ്ങനത്തെ നക്ഷത്രം? അസ്സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമാണത്. തുളച്ചു കയറുന്ന നക്ഷത്രമാണത്. അപ്പൊ ത്വാരിഖ് എന്നാൽ എന്താണ്? അന്നജ്മു സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രം. അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയതായി കാണാം. അന്നജ്മു സാഖിബ് അതായത് അൽ മുളീഉ അല്ലദീ യസ്ഖുബു നൂറുഹു, തുളച്ചു കയറുന്ന നക്ഷത്രം, അത് പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. അതിന്റെ പ്രകാശം തുളച്ചു കയറി എന്ത് ചെയ്യും? ഫയഖുറുഖു സമാവാതി ഫയൻഫുദു ഹത്താ യറാ ഫിൽ അർള്, ആ നക്ഷത്രത്തിന്റെ പ്രകാശം തുളച്ചു കയറി ആകാശങ്ങളെ പോലും ഭേദിച്ച് കടന്നു പോകും. എന്നിട്ടോ അത് ഭൂമിയിൽ നിന്ന് കാണത്തക്ക വിധം
യഥാർത്ഥത്തിൽ ഈ തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളുടെ ഒരു വർഗനാമമാണ് അത്വാരിഖ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അന്നഹു ഇസ്മു ജിൻസിൻ യശ്മലു സായിറുൻ നുജൂമി സവാഖിബ്. തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളുടെ ഒരു വർഗനാമമാണത്. മറ്റുള്ള എല്ലാ നക്ഷത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതേപോലെ അന്നജ്മു സാഖിബ് ഐ ഹുവ അന്നജ്മു യസ്ഖുബു സമാഅ ബിളിയാഇഹിൽ മുതവഹിജ്. തുളച്ചു കയറുന്ന നക്ഷത്രം അഥവാ പ്രഭാപൂരിതമായ പ്രകാശപൂരിതമായ പ്രകാശം കൊണ്ട് ആകാശത്തിൽ തുളച്ചു കയറുന്ന നക്ഷത്രം, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. ഇങ്ങനെ രണ്ട് കാര്യം സത്യം ചെയ്തുകൊണ്ട് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഏത് സൃഷ്ടികളെ പിടിച്ചുകൊണ്ടും സത്യം ചെയ്യാം. പക്ഷേ നമുക്ക് വല്ല കാര്യവും സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ. മുമ്പുള്ള സൂറത്തുകളിലും നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുൽ ബുറൂജിലും ധാരാളം സത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ള പല സൂറത്തുകളിലും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു. എന്നാൽ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ശേഷം വരുന്ന കാര്യം അതീവ ഗൗരവമുള്ളതായിരിക്കും. മനുഷ്യരെന്ന നിലക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്ന ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കും ആ സത്യത്തിന്റെ ശേഷം അള്ളാഹു പറയുക. ഈ കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്, വളരെ ശ്രദ്ധേയമാണ്. എന്താണത്? എന്താണ് സത്യം ചെയ്തുകൊണ്ടല്ല പറയുന്നത്? ആകാശത്തെയും അതുപോലെ രാത്രിയിൽ വരുന്നതും അതിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇൻ കുല്ലു നഫ്സ്, നഫ്സ് ശരീരം, എല്ലാ ശരീരവും ലമ്മ അലൈഹാ ഹാഫിൽ, അതിന്റെ മേൽ ഒരു മേൽനോട്ടക്കാരനായി കൊണ്ടല്ലാതെ യാതൊരു ആളുമില്ല, ഒരു നഫ്സും ഇല്ല, ഒരു ശരീരവും ഇല്ല. ആ ശരീരത്തിന്റെ മേൽ ഒരു ഹാഫിൽ ഉണ്ടാകും, ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടാകും. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഞാനും എന്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും നമ്മ എങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്, എന്തെല്ലാം വാങ്ങുന്നുണ്ട്, എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, എങ്ങനെ സമ്പാദിക്കുന്നുണ്ട്, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഹനക്കാത്തുകൾ, നമ്മുടെ ചലനങ്ങളും നിശ്ചലങ്ങളും ഒന്നൊഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാഫിലീങ്ങളുണ്ട്. മാമിൻ നഫ്സിൻ ഇല്ലാ വക്കലല്ലാഹു ബിഹാ മലക യഹ്ഫളു അലൈഹാ അഅ്മാലഹാ ലിൽഹിസാബി യൗമൽ ഖിയാമ. നാളെ ഒരു അന്ത്യനാളുണ്ട്, പരലോകമുണ്ട് അല്ലെ? ആ അന്ത്യനാളിൽ വിചാരണ ചെയ്യപ്പെടുന്നതിനായി മനുഷ്യരാകുന്ന നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി അത് കൃത്യമായി സൂക്ഷിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടല്ലാതെ ഒരാളും ഇല്ല. എല്ലാവരുടെയും കർമ്മങ്ങളെ രേഖപ്പെടുത്താൻ, ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ചലനങ്ങളെയും എല്ലാ വാക്കുകളെയും രേഖപ്പെടുത്താൻ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. യഹ്ഫളു അലൈഹാ അഅ്മാലഹ സ്വാലിഹത വസ്സയ്യിഅ വസതുജാസാ ബിഅമലിഹൽ മഹ്ഫൂളി അലൈഹാ. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, നല്ലതും ചീത്തയുമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അവർ നിരീക്ഷിക്കുകയും അതിന് പിന്നീട് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളും ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ചീത്ത പ്രവർത്തനങ്ങളും അതിനെ നിരീക്ഷിക്കാൻ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ അതിനെ നിരീക്ഷിക്കും, അതവരെ രേഖപ്പെടുത്തും. എന്നിട്ട് ആ രേഖയുടെ, ആ കർമ്മരേഖയുടെ അടിസ്ഥാനത്തിലാണ് അവന് പ്രതിഫലം നൽകപ്പെടുക. രക്ഷയാണെങ്കിലും ശിക്ഷയാണെങ്കിലും അതിനുള്ള ഒരു പ്രവർത്തനം, അതിനുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഗൗരവമായ കാര്യമാണ് ഈ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത ഏത് സമയത്തും നമുക്കുണ്ടാകണം, ഏത് സമയത്തും നമുക്കുണ്ടാകണം. റഹ്മാനായ റബ്ബിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, മലക്കുകളെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, അവർ കാണാതെ അവർ അറിയാതെ നമുക്ക് ലോകത്ത് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. മറ്റുള്ള ആളുകളെ നമുക്ക് താൽക്കാലികമായി കുറച്ച് സമയത്തേക്കെങ്കിലും മറ്റുള്ള ആളുകൾ കാണാതെ അറിയാതെ നമുക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞേക്കും. ആ സമയത്തും വിശ്വാസികളാകുന്ന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ചിന്ത, അല്ലാഹുവേ, ആര് അറിയുന്നില്ലെങ്കിലും, ആര് കാണുന്നില്ലെങ്കിലും, ആരും നമ്മെ മനസ്സിലാക്കുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള മാലാഖമാര് കാണുന്നുണ്ടെന്നും അവര് അറിയുന്നുണ്ടെന്നും ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പ്രവർത്തിച്ചാലും അത് മലക്കുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കർമ്മ രേഖ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും.
ആ കർമ്മരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ വിചാരണയുണ്ടാവുക, എന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുക എന്ന ഒരു ബോധ്യവും എന്ന ഒരു ചിന്തയും ഒരു പേടിയും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം എന്നാണ് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കാൻ ഒരു മേൽനോട്ടക്കാരന് ഉണ്ട്. ആ മേൽനോട്ടക്കാരൻ ഇല്ലാത്ത ഒരാളും ലോകത്തില്ല എന്ന ഏറെ ശ്രദ്ധേയമായ, നമ്മുടെ അവസാന നിമിഷം വരെയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആ ചിന്ത നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് ഉണർത്തിയിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഉത്ഭവത്തെ കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ അപാരമായ ശക്തിയും അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ, എല്ലാ കഴിവുമുള്ളവൻ അവനാണ് എന്ന് ബോധ്യപ്പെടുകയും, അതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഏറെ നിസാരന്മാരാണ്, മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ശക്തിയെ ബോധ്യപ്പെടുത്തുന്ന, എന്റെയും നിങ്ങളുടെയൊക്കെ ദുർബലയെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അല്ലാഹു തആല തുടർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, ഫൽയൻദുരിൽ ഇൻസാൻ, എന്നാൽ മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, അവൻ ചിന്തിച്ചു നോക്കട്ടെ. മിമ്മ ഖുലിഖ, മിമ്മ എന്തിൽ നിന്നാണ്, ഖുലിഖ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എന്നോട് നിങ്ങളോടും അല്ലാഹു തആല പറയാ. നാളെ കർമ്മരേഖയുണ്ടാകും, മലക്കുകൾ നമ്മെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനം അല്ലാഹു തആല ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം, നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം അല്ലാഹു നമ്മോട് പറയാ, മനുഷ്യ നീ നിന്നെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്, തന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് നീ പടക്കപ്പെട്ടത്? ഇന്ന് പേന്റും സൂട്ടുമിട്ട് ഞാനാണ് ഏറ്റവും വലിയവൻ, എന്നെ അതിജയിക്കുവാനോ എന്നെ മറികടക്കുവാനോ ഒരാൾക്കും കഴിയില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരും ഉപദേശിക്കാൻ വരണ്ട എന്ന ആ ഒരു ധിക്കാര സ്വഭാവമുള്ള ആളുകളാണെന്ന് പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, പരലോകത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധിക്കാരത്തോടുകൂടെ തിരിഞ്ഞു കളയുന്ന ആളുകളുണ്ട്, പരിഹാസത്തോടുകൂടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നവരുണ്ട്. അവരോടൊക്കെ അല്ലാഹു തആല പറയാ, നീ ഒന്ന് ആലോചിക്കടോ, മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഒന്നാലോചിക്കുക. തുടർന്ന് അല്ലാഹു പറയുന്നു, ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും, ഓരോ ആണും എല്ലാ പെണ്ണും അവരൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മിമ്മാ, മാ വെള്ളം, മിമ്മാ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്, ദ്രാവകത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ദ്രാവകം? ദാഫിഖ്, തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അഥവാ ഇന്ദ്രിയ തുള്ളികളിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ആ ഇന്ദ്രിയ തുള്ളികൾ, ഞാനും നിങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഇന്ദ്രിയ തുള്ളികളിൽ നിന്നാണ്. ആ ഇന്ദ്രിയ തുള്ളികൾ എവിടെ നിന്നാണ് വരുന്നത്? യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്, യഖ്റുജു അത് പുറപ്പെടുന്നു, ആ മാ, ആ ദ്രാവകം, ആ ഇന്ദ്രിയ തുള്ളി പുറപ്പെടുന്നു, മിൻ ബൈനി സ്വൽബി വത്തറായിബ്, മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന്, മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തെറിച്ചു വീഴുന്ന ദ്രാവകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ഇൻ ദാഫിഖ്, ഇന്ദ്രിയമാണ്. മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നുവെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഥവാ യുഹ്തമലു അന്നഹു മിൻ ബൈനി സുൽബിർ റജുലി വതറാഇബിൽ മർഅതി വഹിയ സദിയാഹ, പുരുഷന്റെ മുതുകിനും സ്ത്രീയുടെ നെഞ്ചെല്ലുകൾക്കും സ്തനങ്ങൾക്കും ഇടയിൽ നിന്ന് എന്ന അർത്ഥമായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതേപ്രകാരം പുരുഷന്റെ നട്ടെല്ലുകൾക്കും സ്ത്രീയുടെ നെഞ്ചിലെ എല്ലുകൾക്കും ഇടയിൽ നിന്നാണ് ഈ ദ്രാവകം വരുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ആ ഇന്ദ്രിയ തുള്ളി യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്, മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളും എന്റെയും നിങ്ങളുടെയൊക്കെ നിസാരതയും, നമ്മൾ എത്രമാത്രം നിസാരന്മാരാണ്, നമ്മൾ എത്രമാത്രം ദുർബലരാണ്. കാരണം എന്താണെന്ന് പോലും പറയപ്പെടാൻ കഴിയാത്ത ഒരു വസ്തുവിൽ നിന്നാണ് എന്റെയും നിങ്ങളുടെയും തുടക്കം, അല്ലെ? ആ ഒരു തെറിച്ചു വീഴുന്ന
ദ്രാവകം ഇന്ദ്രിയത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും വന്നത്, ഉണ്ടായത്, നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ എന്റെയും നിങ്ങളുടെയും ദുർബലതയും റഹ്മാനായ റബ്ബിന്റെ ശക്തിയും എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്ന് തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലം, ഇന്ദ്രിയ തുള്ളി, ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കപ്പെട്ട മനുഷ്യരാണ് ഞാനും നിങ്ങളും. അത് നമ്മളെ ബോധ്യപ്പെടുത്തി. ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യരെ നിങ്ങളൊക്കെ മരണപ്പെടേണ്ടവരാണ്. ആ മരണത്തിന് ശേഷം എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യുന്നതിന്, ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ നിന്ന് ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസൃതമായി പ്രതിഫലം നൽകുന്നതിനുമായി മനുഷ്യരെ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും, നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാളിന്റെ അവസാന നിമിഷം വരെയുള്ള മുഴുവൻ ആളുകളെയും അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി പുനർജീവിപ്പിക്കുവാനും അള്ളാഹു കഴിവുള്ളവനാണ് എന്നാണ് തുടർന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നിസാരതയെക്കുറിച്ച്, ദുർബലതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പറയാ, ആ നിസാരതയിൽ നിന്ന്, ആ ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബിന് നിങ്ങളെ പുനർജീവിപ്പിക്കാൻ, നിങ്ങളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളുടെയും കർമ്മരേഖ അവിടെ ഹാജരാക്കുവാൻ അതിന് റബ്ബിന് യാതൊരു പ്രയാസവും ഇല്ല. ഇന്നഹു അലാ റജഇഹി ലഖാദിർ, ഇന്നഹു തീർച്ചയായും അല്ലാഹു, അലാ റജഇഹി ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ, അലാ റജഇഹി അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, മരിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷം വീണ്ടും മനുഷ്യരാകുന്ന നമ്മെ റജഅ ചെയ്യാൻ, മടക്കിക്കൊണ്ടുവരുവാൻ, നമുക്ക് വീണ്ടും ജീവൻ നൽകുവാൻ ലഖാദിർ, അല്ലാഹു ഏറെ കഴിവുള്ളവനാകുന്നു. ഇന്നഹു അലാ റജഇഹി ലഖാദിർ, മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ തീർച്ചയായും അല്ലാഹു കഴിവുള്ളവനാകുന്നു. അഥവാ ഫല്ലദീ ഔജദൽ ഇൻസാനു മിമ്മാ ഇൻദാഫിഖ്, തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്ന്, ഇന്ദ്രിയ തുള്ളികളിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്. യഖ്റുജു മിൻ ഹാദൽ മൗദിഇസ് സ്വഅബ്, ഏറെ സങ്കീർണമായ ഒരു സ്ഥാനത്ത് നിന്ന്, ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ആ സ്ഥാനത്ത് നിന്ന് ആ ഇന്ദ്രിയത്തെ പുറത്തെത്തിച്ചവൻ. ഏതാണ് ആ സങ്കീർണമായ സ്ഥലം? അത് അള്ളാഹു പറഞ്ഞു, മിൻ ബൈനി സുൽബി വത്തറായിബ്, മുതുകല്ലിനും വാരിയെല്ലുകൾക്കുമിടയിൽ നിന്ന് ആ ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും അത് ഉമ്മയുടെ ഗർഭാശയത്തിൽ സ്ഥാപിക്കുകയും ചെയ്ത റബ്ബിന്, ആ അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ സൃഷ്ടിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. പരലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുവാനും അവിടെ കൊണ്ടുവരുവാനും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടുവാനും വിചാരണ ചെയ്യുവാനും ഒന്നിനും അള്ളാഹുവിന് പ്രയാസമില്ല. എല്ലാത്തിനും ലഖാദിർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. യൗമ തുബിലസ് സറായിർ, യൗമ ദിവസം, എങ്ങനത്തെ ദിവസമാണത്? തുബില, തുബില പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. യൗമ തുബില പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. എന്തിനെ പരിശോധിക്കപ്പെടുന്ന ദിവസം? അസ്സറായിർ, രഹസ്യങ്ങളെ പരിശോധിക്കപ്പെടുന്ന ദിവസമാണത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മനസ്സുകളിൽ ആരും അറിയാതെ നമ്മൾ രഹസ്യമായി സൂക്ഷിച്ച കാര്യം ആർക്കും അറിയില്ല. ഒരാളോടും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരാളും അതറിഞ്ഞിട്ടില്ല. പക്ഷേ ആ രഹസ്യങ്ങൾ മുഴുവനും പരിശോധിക്കപ്പെടും. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ചു വച്ച ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, നമ്മൾ ഒളിപ്പിച്ചു വച്ച വിശ്വാസങ്ങളുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ മാത്രമായി നമ്മൾ ഒളിപ്പിച്ചു വച്ച, രഹസ്യമാക്കി വച്ച എല്ലാ രഹസ്യങ്ങളും പൂർണ്ണമായി മറനീക്കി പുറത്തു കൊണ്ടുവരപ്പെടും. അതാണ് അള്ളാഹു പറഞ്ഞത്, യൗമ തുബിലസ് സറായിർ, രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. തുഖ്തബറു സറായിറുസ് സുദൂർ, നെഞ്ചകത്തുള്ള രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടും. വയദ്ഹറു മാ കാന ഫീൽ ഖുലൂബി മിൻ ഖൈരിൻ വശർരിൻ അലാ സഫഹാത്തിൽ വുജൂഹ്, ഹൃദയങ്ങളിലുള്ള നന്മ തിന്മകൾ മുഖത്ത് പ്രകടമാകുകയും ചെയ്യും. ഹൃദയങ്ങളിലുള്ള നന്മയാണെങ്കിൽ അവർ വലിയ സന്തോഷത്തിലാണ്,
ദുനിയാവിൽ നിന്ന് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, നമ്മുടെ യുവത്വത്തെ, നമ്മുടെ ഒഴിവ് വേളകളെ, വെറുതെ കിട്ടുന്ന സമയങ്ങളെ അത് അടിച്ചുപൊളിച്ച് ദുന്യാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താതെ കുറച്ച് സമയമെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് കേൾക്കാൻ ഉപയോഗപ്പെടുത്തിയ ആളുകൾ തിന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മത്സരിച്ച ആളുകളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടാകും. അവരുടെ മുഖത്ത് അത് പ്രകടമാകും. എന്നാൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്ത, ദുനിയാവിന് വേണ്ടി മാത്രം എല്ലാത്തിനും സമയമുണ്ട്, കച്ചവടം ചെയ്യാൻ സമയമുണ്ട്, കൂട്ടുകാരോട് വർത്തമാനം പറയാനും ചാറ്റ് ചെയ്യാനും ഫേസ്ബുക്കിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കാനും കേൾക്കാനും അറിയാനും എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ, ആ ഉപദേശങ്ങൾ കേൾക്കാൻ, അള്ളാഹുവിന്റെ വർത്തമാനം എന്ത് എന്ന് ചിന്തിക്കാൻ സമയമില്ലാത്ത ആളുകൾ, അതിനാളെ പരലോകത്ത് അത്തരം ആളുകളുടെ മുഖത്ത്, ഇവിടുന്ന് നന്മകൾ ചെയ്യാത്ത ആളുകളുടെ മുഖത്ത് ദുഃഖം പ്രകടമാവുകയും ചെയ്യും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ആയത്തിൽ നമുക്ക് കാണാം, യൗമ തബയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. ആ ദിവസം, ആ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസമാണത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരും അറിയാതെ, സ്വന്തം കിട്ടിയ പെണ്ണറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, മക്കളറിയാതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാർ പോലും അറിയാതെ നമുക്ക് പലതും മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കും. ദുനിയാവിൽ അത് കഴിയും. എന്നാൽ പരലോകത്ത് അന്ത്യനാളിൽ അവിടെ പുണ്യവാന്മാരാകുന്ന മുഴുവൻ ആളുകളുടെ മുഴുവൻ പുണ്യങ്ങളും അവിടെ പരസ്യമാക്കപ്പെടും. ചെയ്ത മുഴുവൻ നന്മകളും അവിടെ പരസ്യമായി, തുറന്ന പുസ്തകമായി അവിടെ പരസ്യമാക്കപ്പെടും. അതുപോലെ അധർമ്മകാരികളുടെ സർവ്വ തിന്മകളും അവിടെ പരസ്യമാക്കപ്പെടും. ദുനിയാവിൽ നിന്ന് ചെയ്ത എല്ലാ നെറികേടുകളും, എല്ലാ തോന്നിവാസങ്ങളും, നാം കേട്ട ഹറാമുകൾ, കണ്ട ഹറാമുകൾ, ആരും കാണാതെ പുതപ്പിനടിയിൽ നിന്ന് കണ്ട ചീത്ത കാര്യങ്ങൾ, നാം മറ്റുള്ളവരുമായി സംസാരിച്ചത്, എല്ലാം അള്ളാഹു പറയുന്നത്, എല്ലാം അധർമ്മകാരികളുടെ മുഴുവൻ തിന്മകളും എല്ലാ തെറ്റുകളും നാളെ പരലോകത്ത് കൃത്യമായി അങ്ങ് പരസ്യമാക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടത്, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ എല്ലാവരും ഉള്ള, നമ്മെ ബഹുമാനിക്കുന്നവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ ആദരിച്ചവർ, നമ്മൾ വലിയ എന്തോ സംഭവമാണ് എന്ന് നനച്ച ആളുകളൊക്കെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ കോടതിയിൽ വെച്ച്, റഹ്മാനായ റബ്ബിന്റെ ദർബാറിൽ വെച്ച് പൂർണ്ണമായി അങ്ങ് പരസ്യമാക്കപ്പെടുമ്പോ അവിടെ നമ്മൾ വഷളാകാൻ പാടില്ല. അവിടെ വഷളാകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനെന്ത് വേണം? വല്ല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പക്ഷാതപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ, ചെയ്തു പോയി, അറിയാതെ വന്നു പോയതാണ്, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യൂല റബ്ബേ, എനിക്ക് നീ പൊറുത്തു തരണം റബ്ബേ, എന്നോട് നീ മാപ്പാക്കണം നാഥാ എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി റഹ്മാനായ റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തലല്ലാതെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മാർഗവും ഇല്ല. അങ്ങനെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ തിന്മകളും നാളെ പരലോകത്തുനിന്ന് അള്ളാഹു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടു പോകും, അവിടെ പരസ്യമാക്കപ്പെടും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തുടർന്ന് അള്ളാഹു പറയുന്നത്, അന്നത്തെ ദിവസം മനുഷ്യന്റെ അവസ്ഥ എന്താ? എന്റെയും നിങ്ങളുടെയും അവസ്ഥ, ഫമാ ലഹു മിൻ ഖുവ്വതിൻ വലാ നാസിർ. ഫമാ ലഹു, അന്ന് മനുഷ്യന് ഉണ്ടാവുകയില്ല. അപ്പോൾ മാലഹു, മനുഷ്യൻ ഉണ്ടാവുകയില്ല. ശക്തി, യാതൊരു ശക്തിയും ഉണ്ടാവുകയില്ല. വലാ നാസിർ, സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ദുനിയാവിൽ നിന്ന് നമ്മൾ വലിയ ശക്തന്മാരാണ്, ആരെയും തോൽപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, വലിയ സമ്പത്തുണ്ട്. ആ സമ്പത്തിന്റെ, അധികാരത്തിന്റെ, തറവാടിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുമ്പോ നമ്മൾ അറിയേണ്ടത്, ദുനിയാവിൽ ഈ ശക്തിയും സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. എത്ര വലിയ തിന്മകൾ ചെയ്തവരാണെങ്കിലും, എന്ത് നെറികേട് കാണിച്ചവരെയും അവർക്ക് പിന്തുണ നൽകാൻ, അവരെ സഹായിക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ, അവർക്ക് ജാമ്യം നിൽക്കാൻ എല്ലാറ്റിനും ആളുകൾ ഉണ്ടാകും. കുടുംബവും കൂട്ടുകാരും സഹപാഠികളും എല്ലാം ഉണ്ടാകും. പക്ഷേ പരലോകത്ത് ഉണ്ടാവില്ല, പരലോകത്ത് ഉണ്ടാവുകയില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫമാലഹു മിൻ ഖുവ്വ. അപ്പോൾ ആ മനുഷ്യന് യാതൊരു ശക്തിയും ഉണ്ടായിരിക്കുകയില്ല.
ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ യദ്ഫഉ ബിഹാ, അവന് ആ മനുഷ്യനെ ഏതെങ്കിലും നിലക്ക് സ്വന്തം നിലക്ക് അവന് കഴിവില്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് അവനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, വലാ നാസിർ, ആരെങ്കിലും പുറത്തു നിന്ന് സഹായത്തിനുള്ള ഏതെങ്കിലും ഒരു ശക്തി, ആരെങ്കിലും വിളിച്ചിറക്കമെന്റ് ചെയ്യാനുള്ള ശക്തി, അതും അവന് ഉണ്ടാവുകയില്ല. അപ്പൊ സ്വന്തം അവന് അവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പുറത്തു നിന്ന് വന്നുകൊണ്ട് ആരെങ്കിലും വിളിച്ച് അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശക്തിയും ആ മനുഷ്യന് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നത് ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? സഹായിക്കാൻ ഒരാൾ ഉണ്ടാവില്ല. വാപ്പ ഉണ്ടാവില്ല, ഉമ്മയുണ്ടാവുകയില്ല, ഇണകൾ ഉണ്ടാവുകയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒരാളും ഒരു വാക്ക് കൊണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് നിന്ന് നമ്മളെ സഹായിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതം, ആ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ആരും അറിയണില്ലല്ലോ, ഒരാളും കാണുന്നില്ലല്ലോ, മറ്റൊരാൾക്കും ഇത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഗൂഢപ്രവർത്തനങ്ങളും ഗൂഢചാറ്റുകളും വർത്തമാനങ്ങളും ഒക്കെ ഇല്ലേ? അത്തരം കാര്യങ്ങൾ നാളെ പരലോകത്തുനിന്ന് അത് പരിശോധിക്കപ്പെടും. അതിനനുസരിച്ചായിരിക്കും അവിടെ നടപടിയെടുക്കുക എന്ന ആ ഒരു തിരിച്ചറിവ് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് കൃത്യമായി അറിയുക, റഹ്മാനായ റബ്ബ് ഇവിടെ നമ്മെ നിരീക്ഷിക്കുവാനും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ അനക്കങ്ങളും എല്ലാം, നമ്മുടെ സമ്പാദ്യങ്ങളും ചെലവഴിക്കലുകളും നമ്മുടെ വരവും നമ്മുടെ ചെലവും എല്ലാം അത് രേഖപ്പെടുത്തി വെക്കുവാൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കർമ്മരേഖ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുക. നമ്മളേറെ നിസാരരാണ്, അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ആ പരലോകത്തെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തുനിന്ന് സന്തോഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മുഖം വെളിച്ചമുണ്ടാകുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്നും കറുത്തിരുണ്ട ഒരു വിഭാഗം ഉണ്ടാകുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ മുഖം വെളുത്ത സത്യവിശ്വാസികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഖങ്ങൾ നാളെ പരലോകത്ത് നിന്ന് കറുത്തിരുണ്ടു പോകുന്ന ആ ഫുജൂറുകളിൽ നിന്ന്, തമ്മാടിക്കോ ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.